നിന്നുള്ള കോപ സ്വഭാവം, വാശി, വൈരാഗ്യം, ശത്രുത, കലഹം, മാത്സര്യം ഇവയെല്ലാം എടുത്ത് മാറ്റണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ കോപത്തിൽ പടരണമേ. ആ കോപ സ്വഭാവം മൂലം എന്നിൽ കെട്ടിക്കിടക്കുന്ന വിദ്വേഷത്തിന്റെ വേരുകൾ പിഴുതു മാറ്റണമേ. ഭാഷാപനത്തിൽ എല്ലാവരും മനസ്സിലുള്ള വാശി, വൈരാഗ്യം, കോപം, മാത്സര്യം, വാശി, വൈരാഗ്യം ഇതെല്ലാം പിഴുതു മാറ്റണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. നമുക്കിരിക്കാം. വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാം പരിച അജയ്യമാമൊരു പരിച നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ ദൈവത്തെ അവർ കാണും. കോപസ്വഭാവത്തിലേക്ക് അതിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കോപം, ശത്രുത, വിദ്വേഷം ഇതിൻ്റെ എല്ലാം വേരുകൾ നമുക്ക് കിടക്കുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് ഒപ്പോസിഷനാണ്. വാസ്തവത്തിൽ ആ ഫരിസേയ മനോഭാവത്തിൻ്റെ ഭാഗമാണത്. നമ്മളെല്ലാം നീ നിയമപ്രകാരം ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഞാൻ നല്ല അടിയരും. ഇങ്ങനെയാണ് നമ്മളെ കുഞ്ഞുനാൾ മുതൽ വളർത്തിയേക്കുന്നത്. അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞേക്കണ കാര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കർത്താവ് എന്ന് പറഞ്ഞു, കരുണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. ഇപ്പം ആര് പറഞ്ഞത് കേൾക്കണം? മോശ പറഞ്ഞത് കേൾക്കണോ? ഈശോ പറഞ്ഞത് കേൾക്കണോ? ഈ വടിയെടുത്തുകൊണ്ട് എല്ലാവരും നമ്മുടെ പുറകെ നടക്കണം. എന്ത് വടി? അനുസരണം. പക്ഷേ അനുസരിക്കാതിരുന്നത് നമ്മുടെ മുത്തപ്പാപ്പൻ ആദം മുതൽ അനുസരിക്കാതിരുന്നതാണ്. അപ്പോൾ ആ അനുസരണം ആ അനുസരണക്കേടിൻ്റെ ഹൃദയം തന്നെ എടുത്തങ്ങ് മാറ്റിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതാണ് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ പ്രധാന കാര്യം. ആത്മാവ് ഉള്ള നവീകരണം. ആ അനുസരണക്കേട് നടത്തുന്ന ഹൃദയത്തെ അങ്ങെടുത്ത് മാറ്റിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അപ്പം മറ്റുള്ളവർ അനുസരിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം കയറും ഇല്ലേ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, ഇനി മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിലേ ഒരു പ്രാവശ്യം ഞാൻ പറയും, പിന്നെ 2 പ്രാവശ്യം പറയും, പിന്നെ നീ ചെയ്തില്ലെങ്കിൽ പക്ഷേ കർത്താവ് എന്താ പറയണേ? 70 പ്രാവശ്യം. കാരണം പഴയ നിയമത്തിൽ ക്ഷമ എന്നത് ഉണ്ടായിരുന്നില്ല, ക്ഷമിക്കാനുള്ള നിയമമില്ല. പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ കർത്താവ് പറയാണ്, ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം ക്ഷമിക്കുന്ന പോലെ നീയും ക്ഷമിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്ന പോലെ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു. അപ്പോൾ പത്രോസൊക്കെ പറയണം, അപ്പോൾ ഒരു 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? അപ്പോൾ എന്ത് പറഞ്ഞു? 7 ഈ
വചനം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പൂർത്തിയാവുമോ? നമ്മളുടെ അകത്ത് കുറേ സിദ്ധാന്തങ്ങളിങ്ങനെ കിടക്കാണ്. ഒന്നുള്ളതിന് ഇതൊക്കെ കൃത്യമായിട്ട് കിടക്കണം. അങ്ങനെ ഇതാണ് മനസാക്ഷിയിൽ കിടക്കണ തെറ്റായ ബോധ്യങ്ങൾ, പിതാവിനാൽ നടാത്ത ചെടികൾ. ഇത് ഏത് ബൈബിളിലാണ് പറഞ്ഞേക്കണേ? ഒന്നുള്ളതിനെ ഒലക്ക കൊണ്ടടിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഈ വരദാനങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് രണ്ട് വശമാണ്. ഒന്ന് മുകളിൽ നിന്ന് വരുന്ന വരദാനങ്ങളുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, രണ്ട് നമ്മളിലുള്ള വിശുദ്ധി. അതാണ് ആന്തരിക വിശുദ്ധീകരണ ധ്യാനം ഉത്ഭവിക്കുന്നതിൻ്റെ ഒരു കാരണം. വരദാനങ്ങളിൽ കണ്ട വലിയ പ്രശ്നങ്ങൾ കണ്ടു. ഞാൻ പറയാനില്ല അധികം, കാരണം പറഞ്ഞാൽ നമ്മളും ഒരു പരിചയനാവുകയല്ലേ. പക്ഷെ കാര്യം മനസ്സിലായില്ലേ? ഈ വിശുദ്ധീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചെയ്യണം, എല്ലാ ദിവസവും. അപ്പോൾ നമ്മൾ 50-60 വയസ്സായ ആൾക്കാരൊക്കെയാണ്. ഈ 50-60 വയസ്സ് കാലം മുഴുവനും കിട്ടിയിരിക്കണതൊക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ കിടക്കുകയാണ്. ഇപ്പം ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു ചെറുക്കനുമായിട്ട് വഴക്കടിച്ചത് ഇപ്പം എൻ്റെ അകത്ത് വരികയായിരുന്നു. ഞാൻ എന്നിട്ട് അവനെ പിടിച്ചുണ്ടി അവനോട് വീണു. ഞാൻ ആലോചിച്ചു, എൻ്റെ ദൈവം ഇത്രയും നാളായിട്ട് ഇത് കിടക്കണം. 25 വർഷമായിട്ട് ഞാൻ വിശുദ്ധീകരണ പ്രാർത്ഥന നടത്തുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ അബോധ മനസ്സിൽ കിടക്കുന്നത് മുഴുവനും തുറന്നു കഴിഞ്ഞാൽ തലയ്ക്ക് വട്ടുപിടിക്കും. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യും? ഇച്ചിരി പുറത്ത് വിടും. അത് ക്ലീനായി കഴിയുമ്പോഴാഴ്ച കംപ്ലീറ്റ് തീർന്നു വിചാരിക്കും. പക്ഷേ ഒരല്പം ഒരു കാര്യം പുറത്ത് വന്നിട്ടുള്ളൂ. അത് ക്ലീനായി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് വരും, അത് ക്ലീനായി കഴിയുമ്പോൾ അടുത്തത് വരും. പക്ഷേ ഈ അബോധ മനസ്സ് മുഴുവനും തുറന്നിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്താണ് അവസ്ഥ? അതാണ് ചിലർ അതാണ് മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത്. ചിലർ നമ്മൾ കണ്ടിട്ട് അവരെ പഴയ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം. അപ്പം അതിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ് വിശുദ്ധീകരണം. വട്ടുപിടിക്കുന്നതിൻ്റെ അല്ല, അബോധ മനസ്സിൽ കിടക്കുന്ന. അപ്പം ഇത് ചെറുപ്പം മുതലേ നമ്മൾ പ്രാർത്ഥിക്കണതാണെങ്കിലും നമ്മളത് അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നില്ല. നമ്മുടെ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയായിരുന്നു വിശുദ്ധ ദിവ്യാത്മാവേ എന്നെ ശുദ്ധി. ഇത് നമ്മൾ നമ്പർ അടിക്കുന്ന മാതിരി അങ്ങ് പ്രാർത്ഥിച്ചു പോവുകയാണ്. വിശുദ്ധ ദിവ്യാത്മാവ് ഈശോയുടെ വാതിലുള്ള ഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങനെ ഹൃദയം പോലെ ആക്കണേ. ഇതൊക്കെ ഫാസ്റ്റായിട്ട് അടിച്ചു പോവുകയാണ്. കർമ്മം നടത്തുന്നുണ്ട്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിച്ച് എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണം. എൻ്റെ ദൈവമേ, ഈശോയുടെ മാതിരിയുള്ളതിന് ഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ അവളെ എന്തോരം നമ്മൾ പ്രാർത്ഥിച്ചു. അതുകൊണ്ടൊക്കെ എനിക്ക് ഇത്രയെങ്കിലും. അപ്പോൾ അമ്മാവൻ പറയും, എടാ പള്ളിയിൽ മണി അടിച്ചടാ, എണിക്കടാ, കുരിശ് വരയ്ക്കടാ. അപ്പോൾ പ്രായി നമ്മൾ എന്തെങ്കിലും അവിടെ അമ്മാമ്മേനെ അല്ലെങ്കിൽ അമ്മാമ്മ വിടുമോ? അമ്മാമ്മ നിർബന്ധിച്ച് നമ്മളെ പ്രാർത്ഥിപ്പിക്കുക. എനിവേ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും നമ്മൾ നവീകരണത്തിൽ മുന്നിട്ട് നിൽക്കണേ. ഇനി എന്ത് വേണം? ഇനി ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു യന്ത്രം പോലെ പ്രാർത്ഥിച്ചാൽ പോരാ. നമ്മുടെ അബോധ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട്, പ്രത്യേകിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ: കോപം, മാത്സര്യം, പിന്നെന്താ, വാശിയാണ്. വാശി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ചില കാര്യത്തിൽ അങ്ങ് നിർബന്ധമില്ല, ഞാൻ ചെയ്യില്ല, എത്ര പറഞ്ഞാലും ഞാൻ ചെയ്യില്ല. അങ്ങനെയൊക്കെ അതെല്ലാം ഈ പഴയ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഫരിസേയനാണ്. ഫരിസേയൻ. ഇപ്പോൾ ഫരിസേയന് വേറൊരു അവസ്ഥയും കൂടി വന്നിരിക്കുകയാണ്.
കോപിക്കും. തെറ്റ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കണം, എന്നിട്ട് കണ്ടുപിടിച്ചാൽ ഉടനെ അവരെ ശിക്ഷിക്കണം. അത് നമ്മുടെ അകത്തുകൊണ്ട് വരികയാണ്. പിന്നെ വടിയല്ല, ഒലക്ക തന്നെ എടുത്തങ്ങ് അടിക്കുകയാണ്. ഇത് നമ്മുടെ കൊച്ചാണ്, ദൈവമാണ്, ഇവൻ ദൈവത്തെ പോലെയുള്ളവനാണ്. ഇതൊന്നും അപ്പോൾ നമ്മുടെ തലയിൽ കയറാനില്ല. ഈ ഇടയ്ക്ക് ആരോ പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ ഫേസ്ബുക്ക് യൂട്യൂബിലാണല്ലോ അധികം സന്ദേശങ്ങൾ വരുന്നത്. അപ്പം ഒരപ്പൻ നല്ല കാറ്, വലിയ നല്ലൊരു കാറാണ്, കാറ് മിനുക്കി ക്ലീൻ ചെയ്ത് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടച്ചതുമ്പം പോറലൊന്നുമില്ലാണ്ട് ടിപ്പ് ടോപ്പിൽ വയ്ക്കാണ് കാറ്. അപ്പോൾ അയാളുടെ കൊച്ചു വന്നിട്ട് അതുമ്മ ഒരു കല്ലെടുത്തുകൊണ്ട് എന്ത് എഴുതാണ് എന്നാലോചിച്ച് നോക്ക്. ആ പുള്ളിക്കാന്ന് ദേഷ്യം വന്നിട്ട് അടിയം കൊടുത്തു. അടി കൊടുത്തുകൂടി കൊച്ചു തലയിട്ട് വീണു. കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി. കൊച്ച് മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഇയാൾ പിന്നീട് വന്ന് നോക്കിയപ്പോൾ എന്താ, അവിടെ കൊച്ചി കല്ലുകൊണ്ട് കാർമ എഴുതിയത് എന്താന്ന് വെച്ചാൽ പപ്പ ഐ ലവ് യു എന്നാണ്. അതുകൂടി കണ്ടുകൂടി ഇയാൾക്ക് മാനസിക നില തെറ്റി ഇയാൾ പോയി സൂയിസൈഡ് ചെയ്യുന്നവർ. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു നെഗറ്റീവ് കാര്യം പറയല്ല, നമ്മുടെ മനസ്സിൽ കിടക്കണ വിശുദ്ധീകരണമാണ് ആവശ്യം. നമ്മളുടെ ലക്ഷ്യം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാവരെക്കാളും നിർഭാഗ്യവാന്മാർ. ഏതാണ് ആ വചനം? എവിടെയാണ് പറഞ്ഞേക്കണേ? നമ്പർ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവമേ, കൈയടിച്ച് ഒന്ന് നട്ടിരിക്കുന്നു. 1 കൊറിന്ത്യൻസ് 15:19. നമുക്കെന്തോ കാരണവശാൽ ധ്യാന കേന്ദ്രങ്ങളും നൊവേനകളും പ്രാർത്ഥനകളും എല്ലാത്തിൻ്റെയും ഒരു തലം ഇതുവരെ, എല്ലാവരും അല്ല എന്നാലും അധികം പേരും ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അതല്ല നമ്മുടെ ലക്ഷ്യം. എന്താണ് ആ വചനം ഒന്നുകൂടി പറഞ്ഞേ? ഈ ജീവിതത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ എല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യവാന്മാരാണ്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം, ഇപ്പം എനിക്കറിയില്ല ഇന്നലത്തെ സന്ദേശം എന്തൊക്കെ കിട്ടിയേക്കണേ. നമുക്ക് പിന്നീട് ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട്, ഓരോ ഗ്രൂപ്പ് ലീഡറും വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും പരിശുദ്ധാത്മാവ് എന്തൊക്കെ സന്ദേശങ്ങളാണ് തന്നേക്കണേ. തീർച്ചയായിട്ടും വിസ കിട്ടാനും പറമ്പ് പേടിക്കാനും ഒന്നും സന്ദേശം തന്നിട്ടുണ്ടാവുമെന്ന് തോന്നണില്ല. അതാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യമൊന്നുമല്ല. വളരെ വിശാലമായ വലിയ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കാൻ കിട്ടണേ. പക്ഷേ നമ്മുടെ മനസ്സ് ഈ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഏഷ്യ 55 എന്ന് പറഞ്ഞാൽ 52 ശേഷമാണ്. എന്താ 52ൻ്റെ പ്രത്യേകത? 52, 53 ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും കർത്താവിൻ്റെ ദാസൻ മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിൻ്റെ പ്രവചനമാണ് 52, 53. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് പറയുകയാണ്, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെ അല്ല, നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്തകൾ പോലെയും അല്ല. അപ്പോൾ എവിടെ പ്രശ്നം മുഴുവൻ കിടക്കണേ? ചിന്തകളിലാണ്. എ മാൻ ഈസ് ആസ് ഹി തിങ്ക്. ഒരുവൻ എന്ത് ചിന്തിക്കുന്നുവോ അതനുസരിച്ചാണ് അവൻ്റെ വളർച്ച. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ.
അപ്പോൾ നമ്മുടെ ചിന്തയും ഭാവനയും. എന്നിട്ട് പറയാണ്, എൻ്റെ ചിന്തകൾ ആകാശം പോലെ ഉയർന്നിരിക്കുന്നു, നിൻ്റെ ചിന്തകളോ ഭൂമി പോലെ താഴ്ന്നിരിക്കുന്നു. എന്നാൽ ആകാശത്തിൽ നിന്ന് മഞ്ഞും മഴയും ഭൂമിയിൽ വന്ന് നനച്ച് അതിനെ ബലം പുറപ്പെടുപ്പിക്കുന്നത് പോലെ എൻ്റെ വചനങ്ങളും ഫലരഹിതമായി. അതാണ് ഈ മഞ്ഞും മഴയും എന്നതിന്, മഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിഹ്നമാണ്, മഴ വചനത്തിൻ്റെയും. അതുകൊണ്ട് ഞാൻ എൻ്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ക്ഷമിക്കല്ലാണ്ട് ഒരു നിവൃത്തിയില്ല. ഈ 31 രാത്രി മുതൽ, ഡിസംബർ 31 രാത്രി മുതലുള്ള നിരന്തരം, ഒരു ദിവസം പോലും വിശ്രമമില്ലാത്ത നിരന്തരം പ്രഘോഷണമാണ്. അന്ന് തന്നെ കർത്താവ് പറഞ്ഞു, 1-ാം തീയതി ഈ അടുത്ത വർഷത്തേക്ക് എന്താ സന്ദേശം? അടുത്ത വർഷത്തേക്ക് നിനക്ക് ഒരു വിശ്രമം ഉണ്ടാവില്ല. ഇതാണ് സന്ദേശം. എന്ന മാതിരി തന്നെയാണ്. അത് വളരെ വലിയ ധ്യാനങ്ങളാണ്. ഒന്ന്, ആ ധ്യാനത്തിൻ്റെ CD ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. കൊളത്തുവയലിലെ ധ്യാന ടീമിന് കൊടുത്ത ധ്യാനം, അത് വളരെ വലിയൊരു ധ്യാനമാണ്. നിങ്ങൾ വളരെ വളർച്ച ആഗ്രഹിക്കുന്നവർ അതൊന്ന് കേൾക്കാൻ നല്ലതാണ്. അത് മലയാളത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഡിവൈനിലെ ധ്യാന ടീമിന് കൊടുത്ത ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ വർഷാരംഭത്തിൽ തന്നെ കേരളത്തിലെ 2 വലിയ റിട്രീറ്റ് സെൻ്ററുകളിലെ ടീമുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ധ്യാനങ്ങളായിരുന്നു. കർത്താവിന് ഭയങ്കര പദ്ധതിയാണ് നമ്മൾ കേരളത്തെ കൊണ്ട്, യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിന്തകളെ, ഇപ്പോൾ നമ്മുടെ തലയിലൊരു പക്ഷി വന്നിരിക്കുകയാണെങ്കിൽ ഉടനെ അതിനെ ഓടിച്ചു കളയും. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അത് തലയിൽ കാഷ്ടിക്കും. എന്ന മാതിരിയാണ് ചിന്തകൾ. നമ്മുടെ മനസ്സിൽ നല്ല അല്ലാത്ത ഒരു ചിന്ത വന്നാൽ അതിനെ ഓടിച്ചു കളയാൻ നമുക്ക് കഴിവുണ്ടെന്നുള്ളതാണ്. നമുക്കതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ. ചിന്തകളെ വിശുദ്ധീകരിക്കാൻ പറ്റും. നമ്മൾ ചില കാര്യങ്ങൾ പറയും, അതൊക്കെ ഞാൻ മറന്നുപോയി എന്ന് പറയും. പക്ഷെ മറന്നുപോയി എന്ന് പറയുന്നത് മറഞ്ഞുപോയി എന്നേ അർത്ഥമുള്ളൂ. അത് അകത്ത് കിടക്കണ്ട. ചില ആളുകളെ കാണുമ്പോൾ ഞാൻ വരണില്ല കല്യാണത്തിന്, കാരണം ആ പാർട്ടി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ വരണില്ല. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ വരണില്ല. ഇതുപോലെ തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലായാലും നിങ്ങൾ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. 5 വർഷം മുമ്പേ, എൻ്റെ ദൈവം, ഈ 5 വർഷം മുമ്പ് പറഞ്ഞത് ഇപ്പോഴും തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളെ അഭിഷേകത്തിനെ ഞെരുക്കുന്നത്. ഞാൻ തടസ്സം വരുന്നോ ബന്ധനമൊന്നോ ഉപയോഗിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തടസ്സപ്പെടുത്താൻ ആർക്കെങ്കിലും പറ്റുമോ? ദൈവത്തിൻ്റെ ശക്തി വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്നതിനെ ബന്ധിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഈ പുതിയ നിയമത്തിൻ്റെ വേറൊരു ഭയങ്കര രഹസ്യം, ഈശോ പാപമോചനം കൊടുത്തത് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ്. അതിനു മുമ്പാണ് മത്തായി, മർക്കോസ്, ലൂക്കിൻ്റെ സുവിശേഷ കാലഘട്ടം, അഥവാ യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടം ഇല്ലേ? അപ്പോൾ ഈ പരസ്യ ജീവിത കാലഘട്ടത്തിൽ
വിരലിലെണ്ണാവുന്ന ചിലവർക്ക് കർത്താവ് പറഞ്ഞു, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് വിട്ടിട്ട് ബാക്കി ആരുടെയും പാപം ക്ഷമിക്കപ്പെട്ടിട്ടില്ല. എന്ത് പറയണം? പക്ഷെ അവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പത്രോസും പൗലോസിനെയും പത്രോസും കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് മുക്കുവന്മാരും ജന്മഭാവം എല്ലാം ഉണ്ട്, അവരോട് ഉടനെ വരദാനങ്ങൾ ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കണേ. അവരുടെ പാപക്ഷമ വല്ലതും ചെയ്തോ? അപ്പോൾ വരദാനങ്ങൾ ഈ പാപക്ഷമയുടെ ശുശ്രൂഷയ്ക്ക് കൂടി വേണ്ടി ഉള്ളതാണ്. അതതിന് ബ്ലോക്കില്ല അതിന്. പക്ഷേ നമ്മളിപ്പോൾ മാമോദീസായിലൂടെ ശുദ്ധീകരണ പ്രക്രിയ എല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്ന നമ്മൾ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുന്നത് നിങ്ങളെന്ന് ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. എൻ്റെ തൊണ്ട ഒന്ന് സൗഖ്യപ്പെട്ട് കിട്ടാനും. കർത്താവേ, ഈ വേദന അങ്ങയുടെ വചനപ്രഘോഷകർ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ വചനപ്രഘോഷകർക്കും അവരുടെ ശബ്ദം, അവരുടെ തൊണ്ടയെ ശക്തിപ്പെടുത്തണം. ചൂടുവെള്ളം ഉണ്ടാകും, തണുത്തു. ഓക്കെ, അപ്പം നമ്മളിലുള്ള തിന്മ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ബ്ലോക്കാക്കുന്നോ ബന്ധിക്കുന്നോ ഒക്കെ പറയണത് തെറ്റായിട്ടുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ആ സർവാധിപത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ നമ്മളിലുള്ള കോപം, വാശി, വൈരാഗ്യം ഇതൊക്കെ പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റാൻ തയ്യാറാണ്. അതിന് നമ്മൾ വിട്ടുകൊടുക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴുകും എന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു 4-5 പ്രവർത്തനത്തിൻ്റെ ആദ്യ പ്രവർത്തനം എന്താ? ക്ലീനിങ് ആണ്, വിശുദ്ധീകരിക്കൽ. ഈശോയുടെ വരവിന് മുൻപ് തന്നെ ജോഷുവയുടെ പുസ്തകത്തിൽ പറഞ്ഞേക്കാണ്, പുരോഹിതന്മാരെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം നടത്തും. അപ്പം വിശുദ്ധീകരണം, ഈ കൃപ ദൈവം തന്നെയാണ് വിശുദ്ധീകരിക്കണത്. അത് കൂടുതൽ ഒഴുകാൻ വേണ്ടിയാണ് വിശുദ്ധീകരണം. പിന്നെ ശക്തീകരണം, പിന്നെ മഹത്വീകരണം, അതിനു മുമ്പ് നീതീകരണം, ഇതൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ലക്ഷ്യം മുഴുവനും ഈ വരദാനങ്ങൾ അതിൻ്റെ ഉന്നതമായ തലത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണെങ്കിൽ ആ ലക്ഷ്യത്തിന് ചേരുന്നതിന് കർത്താവ് തന്നെ നൽകുന്ന സന്ദേശങ്ങളാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിൽ ഉള്ള കോപം, വാശി, വൈരാഗ്യം, ശത്രുത, കലഹം, ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ ഉണ്ട്. നമ്മളത് കഴിഞ്ഞ് 19 വർഷമായപ്പോഴാണ് നവീകരണത്തിലേക്ക് വന്നത്. അപ്പോൾ ആ പഴയ സ്റ്റോക്ക് കിടക്കണത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആദ്യകാലങ്ങളിലുണ്ടായൊരു സംഭവം. ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ ബ്രദറിൻ്റെ കൂടെ എന്നെ ഒന്ന് കൊണ്ടുപോകും, ഒരു ശുശ്രൂഷയ്ക്ക് ഒന്ന് എന്നെ സഹായിക്കുക, എന്നെ ഒന്ന് വളർത്തുന്നൊക്കെ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എല്ലാവരും വളരണമെന്നാണല്ലോ. അങ്ങനെ
പുള്ളി പറഞ്ഞു, ഞാൻ ഇന്ന സബ്ജക്റ്റ് ക്ലാസ് എടുക്കും, പാപം, പശ്ചാത്താപം, ദൈവസ്നേഹം, ഇതൊക്കെ ഞാൻ ക്ലാസ് എടുക്കും. അപ്പോൾ ഞാനൊരു ഏകദിന സെമിനാറിന് പോയപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ദൈവസ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ടോക്കൊന്നും കേട്ടിട്ടില്ല. എൻ്റെ പുറകെ നടന്നുകൊണ്ട് ആ ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കട്ടെ നമ്മൾ. അങ്ങനെ ക്ലാസ് എടുത്ത് അപ്പോൾ ഞാൻ അവിടെ ശ്രദ്ധിച്ചിരിക്കണ്ടായിരുന്നു. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഞാൻ കയറി എടുക്കാമല്ലോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞോടുകൂടി ദൈവസ്നേഹത്തിൽ നിന്ന് സബ്ജക്റ്റ് മാറി പാപത്തിലേക്ക് പോയി. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാനാണ് പറഞ്ഞത്. പെട്ടെന്ന് പാപത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. പാപത്തെക്കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങി വഴി പുള്ളിക്ക് അങ്ങ് ദേഷ്യം വരാൻ തുടങ്ങി. നിങ്ങളൊക്കെ എന്ത് ക്രിസ്ത്യാനികളാണ്? കള്ളും കുടിച്ച് തോട്ടിൽ കിടക്കണതാണോ ക്രിസ്ത്യാനി? മദ്യപിക്കുക എന്നുള്ളത് തെറ്റാണെന്ന് അറിഞ്ഞൂടെ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യം, ഇയാളുടെ മുഖമൊക്കെ അങ്ങ് ചുമന്നു. അപ്പം എനിക്ക് തോന്നി ഇത് സംഭവം ഭയങ്കര. ഞാൻ പതുക്കനെ അടുത്ത് ചെന്നിട്ട് നിർത്തി. അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് ഞാൻ ചെയ്യില്ല, നിർത്തി അവിടെ ഇരിക്കാൻ കണ്ടിന്യൂ ചെയ്തോളാം. ഞാൻ കണ്ടിന്യൂ ചെയ്തു. അത് ഞാൻ പുള്ളിയോട് ചോദിച്ചു, ദൈവസ്നേഹത്തെക്കുറിച്ചല്ലേ പറയാൻ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് പാപത്തെക്കുറിച്ചും പാപം മൂലമുണ്ടാകുന്ന പാപത്തിൻ്റെ വേദന മരണമാണ്, ഇതൊക്കെ അങ്ങോട്ട് സാധാരണ അങ്ങനെ. അതിൻ്റെ ബാക്കി കാര്യം പറയൂല. ആ വചനം കംപ്ലീറ്റ് ആയോ? ആ വചനത്തിൻ്റെ പകുതിയേ പറയുള്ളൂ. അതിൻ്റെ ബാക്കി ഭാഗം എന്താ? ആരെങ്കിലും ഒന്ന് പറയാമോ? പാപത്തിൻ്റെ വേദനം മരണമാണെന്ന് ഒരു വചനം നമുക്ക് എല്ലാവർക്കും അറിയാമോ? എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ തുടർച്ച എന്താ? ആർക്കെങ്കിലും അറിയോ? സമയം കഴിഞ്ഞു നിങ്ങളുടെ. അറിയുമെങ്കിൽ ഇപ്പോൾ പറഞ്ഞതന്നെ. കണ്ടോ? ആർക്കും അറിഞ്ഞൂടാ. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. എവിടെയാണ് ഈ വചനം പാപത്തിൻ്റെ വേദനം മരണമാണെന്നുള്ളത്? ഏതാ വചനം? നമ്പർ പറയാമോ? നമ്പർ പറയാമോ? നമ്പർ അറിഞ്ഞൂടാ. ഇതിൻ്റെ ഒന്ന് നമ്പർ അറിഞ്ഞൂടാ. റോമർ 6:23. ആ റോമർ 6:23 ഒന്ന് വായിച്ചേ. അല്ല, ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യ ജീവൻ. അതൊറ്റ സെൻറ്റൻസ് അല്ലേ സിസ്റ്റർ? അത് അതെ, അതൊറ്റ സെൻറ്റൻസാണ്. ഏത്? പാപത്തിൻ്റെ വേദനം മരണമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ. പക്ഷേ പാപത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആൾ ഈ പകുതി മാത്രമേ പറയുള്ളൂ, ആദ്യത്തെ ഭാഗം മാത്രമേ പറയുള്ളൂ. അത് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. ശരിയല്ലേ? കണ്ടോ? ഇപ്പം നിങ്ങളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇത്രയും നവീകരണത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ആ വചനത്തിൻ്റെ ആദ്യ ഭാഗമേ അറിയുള്ളൂ, അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അറിയില്ല. ഞാൻ പറയണോണ്ട് ക്ഷമിക്കണം, ഇതെല്ലാം മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഒരിക്കലും വചനത്തെ അങ്ങനെ മുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആ അർത്ഥവ്യാപ്തി നഷ്ടപ്പെടുത്തി കളയരുത്. അതിൻ്റെ സാരാംശം എന്താ? കർത്താവ് യേശു വന്നിരിക്കുന്നത് ഈ മരണത്തിൻ്റെ അവസ്ഥയും അതിൻ്റെ വേദനത്തെയും താൻ എടുത്തുകൊണ്ട് തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് വെച്ചു മാറുകയാണ്. കർത്താവ് എന്ത് ചെയ്തു? വെച്ചു മാറി എന്ന് പറയില്ലേ? എന്താ വെച്ചു മാറിയേ? നമ്മളിലുള്ളത് എടുത്തു, കർത്താവിലുള്ളത് തന്നു. നമ്മളിലുള്ളത് എന്താ? പാപവും പാപത്തിൻ്റെ വേദനമായ മരണവും. അതിന് എന്ത് ചെയ്തു ഈശോ ഏറ്റെടുത്തുകൊണ്ട് ഈശോ നമുക്ക് എന്ത് തന്നു? ദാനമായിട്ട് തന്നേക്കണം. എന്ത് തന്നു? തൻ്റെ ജീവൻ തന്നു. ഇതുകൊണ്ടാണ് പറയണത്. ഓക്കെ, അപ്പോൾ വരദാനം
വചനങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുന്നതിനാവശ്യം നമ്മുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന തെറ്റായ ബോധ്യങ്ങൾ മാറുമ്പോൾ തന്നെ അതുകൊണ്ട് എന്നും വിശുദ്ധീകരണ പ്രാർത്ഥന നടക്കണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നമ്മുടെ അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ഇന്ദ്രിയങ്ങളിലുള്ള ഞാനത് പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആ ചേട്ടൻ എന്തുകൊണ്ടാണ്, ഞാനപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിച്ചത് എന്ത് പറ്റി, ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി ഇങ്ങനെ, അത് എനിക്ക് അങ്ങനെയാണ് ബ്രദറെ, ഞാൻ അങ്ങ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകും. ബ്രദറൊന്ന് എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കും, എന്താ അതിൻ്റെ കാരണം? അപ്പം ഞാനിങ്ങനെ വൈകുന്നേരം വന്നിട്ട് പുള്ളിനെ ഇരുത്തി കുറച്ച് നേരം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചില ദർശനങ്ങളൊക്കെ കണ്ടു. ദർശനം ഇതായിരുന്നു, ഒരു 10ാം ക്ലാസ് മാതിരിയുള്ള പ്രായത്തിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു പയ്യൻ ഒരു ഉരുള ചോറും പിടിച്ചുകൊണ്ടിങ്ങനെ ചോറ് കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കണം. ദേഷ്യവും വാശിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഇവൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളൊരു സംഭവമാണ്, ഒരു വാശി വൈരാഗ്യത്തിൻ്റെ സംഭവമാണ്. അതവിടെ കിടക്കുകയാണ് എപ്പോഴും. അത് വിശദീകരണം നടന്നിട്ടില്ല. അത് പറഞ്ഞ വഴി തന്നെ പുള്ളിക്ക് ഉടനെ മനസ്സിലായി, ഓ എൻ്റെ കർത്താവേ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എന്താണ് സംഭവം, എന്നോട് പറയാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ ഇലക്ഷൻ നിന്നപ്പോൾ ഇവൻ ജയിച്ചപ്പോൾ എതിർ പാർട്ടിക്കാർ ഇവനോടുള്ള വൈരാഗ്യം എന്തോ ഉണ്ടായിട്ട് ഇവനെ വന്ന് അടിച്ചു. അത് അടിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ ഇവൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ആണ് വന്നിട്ട് അടിച്ചത്. എന്നിട്ട് ആ ചോറ് എടുത്തുകൊണ്ട് സത്യം ചെയ്തു, രാത്രി ഊണ് കഴിക്കണേക്കും നിന്നെയൊക്കെ അടിച്ച് നിൻ്റെ കാലൊടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ഇന്നതല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഡിക്ലെയർ ചെയ്തു. പക്ഷേ രാത്രി പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് പരാജയപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു, ആ വാശി അങ്ങനെ നിൽക്കുകയാണ്. നോക്കിക്കോട്ടോ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് പിന്നെ എന്തൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞപ്പോൾ ഇവൻ പരാജയപ്പെട്ട മാതിരിയായല്ലോ, അവരടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വേറെ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അടിപ്പിക്കാനായിട്ടുള്ള പ്ലാനായിരുന്നു. അതുകൊണ്ട് പുള്ളി വിചാരിച്ചു, ഇനി വേറെ ആളുകളെ നോക്കും, ഞാൻ തന്നെ ഒരു ബോഡി ബിൽഡർ ആകണം. എന്തിനാ, ഇവന്മാരെയൊക്കെ ശരിയാക്കണം. അങ്ങനെ പുള്ളി ബോഡി ബിൽഡറായി, നല്ല പൈൽമാൻ്റെ മാതിരിയായി. അപ്പോൾ ആളുകൾ ഇയാളെ വാടകയ്ക്ക് അടിക്കാൻ വിളിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അങ്ങനെ ഒരു ചെറിയ എന്തെന്നാ അതിന് പറയണേ, പറയണ്ട വാക്കൊന്നും, കാര്യം മനസ്സിലായി. അങ്ങനെ ഇരിക്കെ പുള്ളി ബോംബെക്ക് പോയി. അവിടെയും ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ എന്ത് വേണം ചെയ്തു കൊടുക്കാം. അപ്പോഴേക്കും ഇത്തിരി വെള്ളമടി തുടങ്ങി. ഇത് രണ്ടും കൂടി ആയതോടുകൂടി പുള്ളി അവിടുത്തെ ഒരു ദാതയായിട്ട് മാറി. വെള്ളമടി ഒരുപാടായി കഴിഞ്ഞോടുകൂടി അവസാനം ഭയങ്കര പ്രയാസമായപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ച് കൊണ്ടുവന്ന് പോട്ടയ്ക്ക് അങ്ങനെ കോട്ടയിൽ വന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ വെള്ളമടി മാറി, ഭയങ്കര സാക്ഷ്യമായി. പിന്നെ സാക്ഷ്യം പറയാൻ തുടങ്ങി, വചനം പറയാൻ തുടങ്ങി. മനസ്സിലായോ? പക്ഷേ ഈ പഴയ അകത്ത് ഒരുപാട് പേര് പലതും ചെയ്തിട്ടുള്ളതും അതൊക്കെ അവിടെ കിടക്കുകയാണ് അബോധം മനസ്സിൽ. അതുകൊണ്ട് വചന ശുശ്രൂഷയ്ക്കൊക്കെ വലിയ വിളിയുണ്ട്. പക്ഷേ കയറുമ്പോഴേക്കും ദൈവസ്നേഹം പറയാൻ തുടങ്ങിയാൽ പറയാൻ പറ്റില്ല, ഉടനെ അടി ഇല്ലയും.
അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓരോ സംഭവങ്ങളെയും മനസ്സിൽ കൊണ്ടുവന്ന് ഓരോന്നിനെയും വിശദീകരിക്കണം. ഇന്ന് രാത്രി ഇരുന്ന് അതൊന്ന് എഴുതാൻ പറഞ്ഞു. അബോധ മനസ്സിൽ കിടക്കണ ഓരോ അപ്പം ഇങ്ങനെ ഇതങ്ങ് അബോധ മനസ്സിൽ കത്തിപ്പടണേന്ന് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മുടെ വിശദീകരണത്തിൻ്റെ പ്രധാന ഒരു ഘടകം. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേന്ന് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടോ? ഉണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മിലുള്ള എല്ലാ ദുസ്വഭാവങ്ങളെയും വിശുദ്ധീകരിക്കാൻ കഴിവുള്ളവനാണോ? ആണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിനക്കൊരു സഹായകനെ തരാം. ആ സഹായകൻ നിന്നെ സഹായിക്കും. എന്തിനു സഹായിക്കും? നിന്നെ വിശുദ്ധീകരിക്കാനും രൂപാന്തരീകരിക്കാനും എല്ലാം സഹായിക്കും. അതുപോലെ ശക്തീകരിക്കാൻ. പിറ്റേ ദിവസം രാവിലെ ഈ ചേട്ടൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 250ഓളം സംഭവങ്ങൾ. ദൈവത്തിന് സ്തുതി. അത് മുഴുവനും പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു. കൃത്യം സംഭവങ്ങൾ അതെഴുതി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു ഇനിയും കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ഒരു 70ഓളം സംഭവങ്ങൾ വീണ്ടും വന്നു. അങ്ങനെ 2 ദിവസം എൻ്റെ കൂടെ നിർത്തി ഇതൊക്കെ ചെയ്ത് വിശദീകരണം നടത്തി. 2 ദിവസം കൊണ്ട് കഴിഞ്ഞു. അടുത്ത ഞായറാഴ്ച ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വചനം പറയാനും ശുശ്രൂഷ നടത്താനും ആളില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ അയച്ചു. വളരെ മനോഹരമായി ശുശ്രൂഷ നടത്തുകയും